ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. നടക്കാത്ത സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ട്, എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ലോകത്തെ ഞെട്ടിച്ച ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. ഈ അത്ഭുത ഹെലികോപ്റ്റർ നിർമ്മിക്കാനായി എയർബസുമായി കൈകോർത്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ടാറ്റയാണ്. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ് കോലാറിലെ ഇതിന്റെ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ പോകുന്നത്. 2027 ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ H125 ഹെലികോപ്റ്റർ ആകാശത്തേക്ക് പറന്നുയരും. എന്തുകൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ ഇത്ര സ്പെഷ്യൽ എന്നല്ലേ? ഒന്നാമത്തെ കാരണം ഇതാണ്: ലോകത്തിൽ മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുകയും അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്ത ഒരേ ഒരു ഹെലികോപ്റ്റർ. 2005 ഈ ലോക റെക്കോർഡ് സ്വന്തമാക്കിയതോടെ എത്ര ഉയരത്തിലും പ്രവർത്തിക്കാനുള്ള ഇതിന്റെ കഴിവ് ലോകം അംഗീകരിച്ചതാണ്. രണ്ടാമത്തെ കാരണം, ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു പൈലറ്റിന് പുറമെ 6 യാത്രക്കാരെ വരെ വഹിക്കാം. പുറത്ത് കൊളുത്തിട്ട് തൂക്കിയാണെങ്കിൽ 1400 കിലോ ഭാരം വരെ ഉയർത്താം. മൂന്നാമത്തെ കാരണം, ഇത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ്. അപകടമുണ്ടായാലും ഇന്ധനം ലീക്കായാലും തീ പിടിക്കാത്ത സുരക്ഷാ സംവിധാനങ്ങൾ വരെയുണ്ട്. ഇനി ഇന്ത്യക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു സാധാരണ ഹെലികോപ്റ്റർ നിർമ്മാണമല്ല. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാതാക്കളായി ടാറ്റ മാറുകയാണ്. സൈനിക ആവശ്യങ്ങൾക്കുള്ള H125M എന്ന പ്രത്യേക മോഡലും ഇവിടെ നിർമ്മിക്കും. അതിൽ ഇന്ത്യയുടെ സ്വന്തം ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കും. ഹിമാലയം പോലുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ നമ്മുടെ സൈന്യത്തിന് ഇത് വലിയൊരു മുതൽക്കൂട്ടാകും. സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്കും ഇത് വലിയ പ്രയോജനം ചെയ്യും. മെഡിക്കൽ എമർജൻസികൾക്ക്, പ്രളയം പോലുള്ള ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന്, ടൂറിസത്തിന്, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യോമയാന രംഗത്തെ ഒരു പുതിയ ചരിത്രമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഒരു വലിയ വിജയമാണിത്. ഈ വാർത്തയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഈ വാർത്ത കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.